മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കുറ്റിക്കാട്ടിൽ കിടക്കുകയാണ്. കണ്ടെടുത്തെല്ലാം ഇപ്പോൾ വി.ഡി. സതീശന്റെ ഫ്ലെക്സ് ഉയരുകയാണ്. ഈ വി.ഡി. സതീശന്റെ PR ടീം വല്ലാത്ത കൈവിട്ട കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈക്കമാൻഡിന് ഇപ്പോൾ കണ്ണിന് കണ്ടുകൂടാത്ത നേതാവായി വി.ഡി. സതീശൻ മാറിയിരിക്കുകയാണ്. കുറ്റിക്കാട്ടിൽ വരെയാണ് സതീശന്റെ ഫ്ലെക്സ് കൊണ്ടുവയ്ക്കുന്നത്. എന്ത് പശുവിന് വലിച്ചു കീറി തിന്നാനായിരിക്കും. അതിന് വിട്ടുപോകുകയാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലികൾ. KC വേണുഗോപാലിന് വേണ്ടി പുഷ്പാഞ്ജലിയും അർച്ചനയും ഒക്കെ നടത്തുകയാണ് KC കൂട്ടർ. RC പക്ഷക്കാരാകട്ടെ MLA-മാരെ ചാക്കിട്ട് പിടിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തിനാണ് ഇവന്മാർക്കൊക്കെ വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയതെന്ന് തലയിൽ കൈവച്ച് പ്രവർത്തകരും. എന്തായാലും ഇപ്പോൾ കൂട്ടയടി, ഒരു പരസ്യ പോരൊക്കെ ഇതിനു മുൻപ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഫ്ലെക്സ് ബോർഡിന്റെ രൂപത്തിലേക്കും സൈബർ ഇടത്തിലെ വാദപ്രതിവാദങ്ങളിലേക്കും കടന്നിരിക്കുകയാണ്. വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത് വലിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുകയാണ്. നേതാക്കൾ കടുത്ത വിമർശനം ഉയർത്തുന്നു. മൂവാറ്റുപുഴ കിഴക്കേക്കര മണിയംകുളം കവലയിലാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. സ്ഥാപിച്ചവരുടെ പേരോ മറ്റ് വിവരങ്ങളോ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വി.ഡി. സതീശനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒട്ടേറെ കോൺഗ്രസ് പ്രവർത്തകരുള്ള മേഖലയാണ് കിഴക്കേക്കര. ബോർഡ് പ്രത്യക്ഷപ്പെട്ട് മണിക്കൂറുകൾക്കകം ഇതെടുത്തു മാറ്റിയിട്ടുണ്ട്. നേതൃത്വത്തിന്റെ നിർദ്ദേശം മറികടന്ന് ബോർഡ് സ്ഥാപിച്ചതിന് പിന്നിൽ സതീശൻ അനുകൂലികളാണോ അതോ വിവാദം സൃഷ്ടിക്കാൻ മറ്റാരെങ്കിലും ചെയ്തതാണോ എന്ന് പരിശോധിക്കുന്നതായി മൂവാറ്റുപുഴയിലെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശനായി കോഴിക്കോടും മലപ്പുറത്തും ആലുവയിലും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ടൂർണമെന്റ് ജയിച്ചാൽ കപ്പ് വാങ്ങുന്നത് ക്യാപ്റ്റൻ എന്നെഴുതിയ ഫ്ലെക്സ് ആണ് കോഴിക്കോട് DCC ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചത്. സെലക്ടറും പരിശീലകനും കപ്പ് വാങ്ങുന്നത് എതിർപ്പിന് ഇടയാക്കുമെന്നും ഫ്ലെക്സ് ബോർഡിൽ മുന്നറിയിപ്പുണ്ട്. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് ഈ ഫ്ലെക്സ്. ആലുവ UC കോളേജിന് സമീപം കേരളം വി.ഡിക്കൊപ്പം എന്നെഴുതിയ ഫ്ലെക്സും പ്രത്യക്ഷപ്പെട്ടിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ കടുങ്ങല്ലൂർ എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത്. മലപ്പുറം വണ്ടൂരിൽ KC വേണുഗോപാലിന്റെ വിശ്വസ്തൻ AP അനിൽകുമാറിന്റെ മണ്ഡലത്തിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. VDS നയിക്കും കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന വാചകങ്ങളാണ് ഫ്ലെക്സിൽ ഉണ്ടായിരുന്നത്. വണ്ടൂർ ബൈപ്പാസ് റോഡിലും പുക്കളത്തുമാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. തവനൂരിലും വി.ഡി. സതീശനെ പിന്തുണച്ച് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. അതേസമയം വി.ഡി. സതീശനെ അനുകൂലിച്ച് വണ്ടൂരിൽ സ്ഥാപിച്ച 2 ബോർഡുകളും കീറി നശിപ്പിക്കുകയും ചെയ്തു. വണ്ടൂർ ബൈപ്പാസ് റോഡിലും പൂക്കളത്തും വെച്ച ബോർഡുകളാണ് കീറി നശിപ്പിച്ചത്. എന്തായാലും വി.ഡി. സതീശന് വേണ്ടി ഒരു കൂട്ടർ ഇപ്പോൾ കൃത്യമായ PR വർക്കുമായി കളത്തിലേക്ക് ഇറങ്ങി ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തുകയാണ്. ഇത് ശരിക്കും ഒരു പരിഹാസ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വി.ഡി. സതീശൻ ഈ PR ടീമിനെ നിലയ്ക്ക് നിർത്തുന്നത് നല്ലതായിരിക്കും. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് വേണ്ടി വഴിപാട്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് മുൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CM അനിൽകുമാറാണ് വഴിപാട് നേർന്നത്. KC വേണുഗോപാലിന്റെ ജന്മനക്ഷത്ര ദിനമായ രോഹിണി നാളിലാണ് വഴിപാട് നടത്തിയത്. കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തിയത്. ഈ ക്ഷേത്രത്തിന് കോൺഗ്രസുമായി ഒരു ബന്ധമുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ കൈപ്പത്തി തീരുമാനിക്കുന്നതിന് കാരണമായ ക്ഷേത്ര ദർശനത്തിന്റെ പേരിൽ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കളഭം കൊണ്ടുള്ള തുലാഭാരത്തിനാണ് അനിൽകുമാർ ചീട്ട് നൽകിയത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് KCക്ക് വേണ്ടി തുലാഭാരം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരുന്നു. KC വേണുഗോപാലിന്റെ വിശ്വസ്തൻ AP അനിൽകുമാറിന്റെ ഈ മണ്ഡലത്തിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. പിറ്റേ ദിവസം KCക്ക് വേണ്ടി ഇവിടെ തുലാഭാരവും പ്രത്യേക പൂജകളും. UDFിലെ ഈ കസേരയ്ക്ക് വേണ്ടിയുള്ള അടി അതൊരു പരിഹാസ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആരോഗ്യപരമായ ചർച്ചകളായിരുന്നുവെങ്കിൽ അത് പിന്നീട് നേതാക്കളെ അധിക്ഷേപിക്കുന്ന തലത്തിലേക്ക് മാറുകയായിരുന്നു. എന്നാൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ പരിധി വിട്ടു എന്ന വിലയിരുത്തലിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ കർശനമായി നിയന്ത്രിക്കാൻ KPCCക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഘടകകക്ഷികൾ അതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ടത്.
ഇതിനിടെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കമെന്ന സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണത്തിന് പിന്നിൽ CPM ആണെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിനായി സജീവ പ്രചാരണം നടത്തിയ അക്കൗണ്ടുകളാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രചാരണം നടത്തുന്നത്. ഇടതു സർക്കാരിന്റെ ബാധ ഇപ്പോഴും ചില ഉദ്യോഗസ്ഥരിൽ നിലനിൽക്കുന്നു. അതിനുദാഹരണമാണ് വടകരയിൽ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. 2019 പ്രളയം മനുഷ്യനിർമ്മിതിയാണെന്ന താൻ നടത്തിയ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിനൊപ്പം പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനായിരുന്ന ബിജു പ്രഭാകറിന്റെ പുസ്തകം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും സർക്കാർ സത്യം വെളിപ്പെടുത്തണം. ഈ സർക്കാരിന്റെ അവസാന ദിനങ്ങളിൽ തനിനിറം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഒരു മന്ത്രി തന്നെ മൊഴിമാറ്റി പറഞ്ഞതെന്നും മാത്യു കുഴൽനാടൻ വിമർശിച്ചു. മാത്യു കുഴൽനാടൻ ആവർത്തിച്ചു പറയുകയാണ്, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിയൊന്നും നടക്കുന്നില്ല, അത് ഇടതുപക്ഷം പടച്ചുവിടുന്നതാണ് എന്ന്. പക്ഷേ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ കസേരയ്ക്ക് വേണ്ടിയുള്ള വലതുപക്ഷത്തെ അടി. ഭരണം കിട്ടിയാൽ ആരാകും മുഖ്യമന്ത്രി എന്ന നിലയിൽ സൈബറിടങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നടക്കാനിരുന്ന പ്രക്ഷുബ്ധമായ ചർച്ചകളുടെ നിലമൊരുക്കലാണ്. തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാൽ പിന്നീട് നടക്കുന്ന മാരത്തൺ ചർച്ചകളിൽ ആധിപത്യം നേടാനുള്ള മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ സജീവമായിരിക്കുന്നത്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ 3 പേരുകളിലേക്ക് മുഖ്യമന്ത്രി സാധ്യത ഫോക്കസ് കേന്ദ്രീകരിക്കാൻ സാധിച്ചു എന്നതാണ് നിലവിലെ കോലാഹലങ്ങളുടെ അന്തിമ ഫലം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും K മുരളീധരനെയും സണ്ണി ജോസഫിനെയും എല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് പാടയങ്ങ് മാറ്റി നിർത്താൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഇതിന്റെ ഗുണഭോക്താവ് ആരായിരിക്കും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഹൈക്കമാൻഡിൽ പിടിയുള്ള സംഘടനാ ശ്രേണിയിലെ അധികായൻ എന്ന നിലയിൽ KC വേണുഗോപാൽ തന്നെയാകും ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് നിലവിലെ വിശകലനങ്ങളുടെ എല്ലാം യുക്തിസഹമായ തീർപ്പ് എത്തി നിൽക്കുന്നത്. നേർരേഖയിൽ ചിന്തിച്ചാൽ ഭാവിയുടെ ദിശാസൂചിക KC വേണുഗോപാലിലേക്ക് തന്നെയാണ് നീളുന്നത്. എന്നാൽ കാര്യങ്ങൾ നേർരേഖയിൽ തന്നെ പോകണമെന്നില്ല എന്നതാണ് VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും സാധ്യതകളെ സജീവമാക്കുന്നത്. 2021 അനുഭവം ഈ അനുമാനത്തെ അടിവരയിടുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഫലം വരുന്നതിന് മുൻപായി തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സാധ്യതകളുടെ അഭ്യൂഹങ്ങളും അണിയറ ചർച്ചകളും ഉയർന്നിരുന്നു. 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ എന്ന ചർച്ചകൾ ആ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തു. രമേശിനായി പ്രതിപക്ഷ പദവി ഒഴിഞ്ഞുകൊടുത്ത ഉമ്മൻചാണ്ടിയെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നതായിരുന്നു മറ്റൊരു വിഭാഗത്തിന്റെ ആവശ്യം. ആദ്യ ടേം ഉമ്മൻചാണ്ടിയും 2ാം ടേം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയാകട്ടെ എന്നൊരു സമവായം ആദ്യ ഘട്ടത്തിൽ തന്നെ ഉയർന്നു കേട്ടിരുന്നു. എന്തായാലും 2021 OC, RC എന്നീ 2 പേരുകൾ മാത്രമായിരുന്നു ചർച്ചകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. കോൺഗ്രസ് പ്രതിപക്ഷത്തായി. പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ ഉമ്മൻചാണ്ടി തീരുമാനിച്ചു. രമേശിന്റെ വിശാല I ഗ്രൂപ്പും ഉമ്മൻചാണ്ടിയുടെ A ഗ്രൂപ്പും ഒരുമിച്ചാൽ മറ്റൊരാലോചനയ്ക്ക് പോലും സാധ്യത ഉണ്ടായിരുന്നില്ല. രമേശിനെ പ്രതിപക്ഷ നേതാവാക്കി I ഗ്രൂപ്പിന്റെ പിന്തുണയോടെ KC ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കുക എന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ താല്പര്യം. എന്തായാലും ഈ നീക്കത്തിൽ A ഗ്രൂപ്പിൽ അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നില്ല. തിരുവഞ്ചൂരും PT തോമസും ഹൈക്കമാൻഡിന് മുന്നിൽ സ്വന്തം പേരുകൾ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവതുർക്കികളും ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം പരിഗണിച്ചില്ല. A ഗ്രൂപ്പിൽ നിന്നുള്ള 4 MLA മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശത്തെ പിന്തുണച്ച് രമേശിന് അനുകൂലമായി നിന്നത്. വിശാല I ഗ്രൂപ്പിലും VD സതീശനെ പിന്തുണയ്ക്കാൻ MLA മാരുണ്ടായി. അങ്ങനെയാണ് ഹൈക്കമാൻഡിന്റെ കൂടി പിന്തുണയോടെ VD സതീശൻ ചിത്രത്തിൽ വരുന്നത്. തലമുറ മാറ്റം വരട്ടെ എന്ന കോൺഗ്രസിലെ യുവ MLA മാരുടെ കൂടെ നിലപാടാണ് 2021 അപ്രതീക്ഷിതമായി VD സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചത്. ഈ അനുഭവം പരിഗണിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം നേർരേഖയിലൂടെ തന്നെ ചലിക്കണമെന്നില്ല. എന്തായാലും കാത്തിരുന്ന് കാണണം. ആ മെയ് 4 പെട്ടി ഒന്ന് പൊട്ടിച്ചോട്ടെ. അതുവരെയെങ്കിലും നേതാക്കന്മാരും അവരുടെ അണികളും ഒന്ന് സംയമനം പാലിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.